ഇത് കണ്ടോ, ഈ കമ്പിളി നൂല് വെച്ചിട്ട് ഇതുപോലെ സൂര്യകാന്തി പൂ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഞാൻ വിശ്വസിക്കും. കാണാൻ നല്ല ക്യൂട്ടല്ലേ? നമുക്ക് ചെയ്ത് തുടങ്ങിയാലോ? ഞാനത് ഗ്രീൻ കളർ നൂലാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഇപ്പോൾ ഞാൻ ഈ വിരലിലോട്ട് ഒരു 2-3 ചുറ്റ് ആക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് ഈ 2 വിരലും കൊണ്ട് ഈ നൂലിനൊന്ന് ഇങ്ങനെ പിടിക്കണം. ഈ ഇടയ്ക്കുള്ള ഭാഗം ഈ വിരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് വലിച്ച് ചുറ്റി ഈ 2 വിരലിനകത്താക്കി കൊടുക്കണം. എന്നിട്ട് സൂചി ഇത് കയറ്റി ഈ നൂല് പുറത്ത് വലിച്ചെടുക്കണം. ഇനി കെട്ട് വീഴാൻ വേണ്ടി ഈ നൂലിനെ ഇതിനകത്തൂടെ കൊണ്ടുവരണം. അപ്പോൾ ഒരു കെട്ടായി. നമുക്ക് 6 സ്റ്റിച്ചാണ് വേണ്ടത്. അപ്പോൾ 2, മൂന്നാമത്തതും അതുപോലെ സെയിം തന്നെയാണ് ചെയ്യേണ്ടത്. ഒരൊറ്റ കെട്ട് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം കംപ്ലീറ്റ് ചെയ്യാം. 3, ഇനി 6 എണ്ണം ഇതുപോലെ എടുക്കണം. ഇപ്പോൾ 6 എണ്ണം കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഈ നീഡിൽ അനക്കാൻ പാടില്ല, ഈ റൗണ്ടിനകത്തിരിക്കണം. കാര്യം ഈ നൂല് വലിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ പൊളിഞ്ഞു പോകും. ഈ ചെറിയ നൂല് വലിച്ച് ടൈറ്റ് ചെയ്യണം ഇങ്ങനെ. അപ്പോൾ ഒരു കുഞ്ഞ് സർക്കിളാവും. ഇപ്പോൾ 6 സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വലിച്ചപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മൾ തുടങ്ങിയ സ്റ്റാർട്ടിങ് സ്റ്റിച്ചിനകത്തോട്ട് ഒന്നും കൂടെ ഒരു സ്റ്റിച്ച് എടുക്കുമ്പോൾ കംപ്ലീറ്റ് ആവും. ഇങ്ങനെ ആ നൂല് ഇതിനകത്തും ഈ 2-ലൂടെ കൊണ്ടുവരുമ്പോൾ കംപ്ലീറ്റ് ആയി. ഇനി ഇവിടെ ചെയ്യേണ്ട ഒരു സിംഗിൾ ചെയിൻ കൂടെ വേണം. ഇപ്പോൾ ഒരു റോ കംപ്ലീറ്റ് ആയി. 6 സ്റ്റിച്ചുള്ള അടുത്ത് 12 സ്റ്റിച്ച് വേണം. 12 സ്റ്റിച്ചിന് വേണ്ടിയിട്ട് ഈ ഫസ്റ്റ് 6 ചെയിൻ എടുത്താൽ ഒരു ചെയിനകത്തുനിന്ന് ഡബിൾ എടുക്കണം. ഓരോ ചെയിനകത്ത് വെച്ചും ഡബിൾ എടുത്താൽ മാത്രമേ 12 എണ്ണം ആവുള്ളൂ. ആ 12 എണ്ണം കിട്ടുമ്പോൾ സെക്കൻഡ് റോ കംപ്ലീറ്റ് ആവും. ഇപ്പോൾ 2, അതുപോലെ അടുത്ത ചെയിനകത്തുനിന്ന് 2, അതുപോലെ 12 എടുക്കണം. ഇപ്പോൾ അത് സെക്കൻഡ് റോ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് ഈ പിന്ന് റിമൂവ് ചെയ്ത് ആ പിന്നിരുന്ന ആ സ്റ്റിച്ചിൽ കൊണ്ടുവന്ന് അതിനെ ജോയിൻ ചെയ്ത് വയ്ക്കണം. ഇതാ ഇങ്ങനെ ഈ 2 ചെയിനിലൂടെ വലിച്ചെടുത്ത് ഒരു സിംഗിൾ ചെയിനും കൂടെ. തേർഡ് റോ സ്റ്റാർട്ട് ചെയ്യാം. തേർഡ് റോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഫസ്റ്റും സെക്കൻഡും ആയി. 6, 12, 18 6 വെച്ച് കൂടിപ്പോണം. തേർഡ് റോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് എടുത്ത ചെയിനകത്ത് ഒരു സിംഗിൾ, അത് കഴിഞ്ഞൊരു ഡബിൾ. ഇതേ മെത്തേഡ് തന്നെ പോവും. ഒരു സിംഗിൾ, ഒരു ഡബിൾ, ഒരു സിംഗിൾ, ഒരു ഡബിൾ, അങ്ങനെ 18 ചെയിൻ വേണം. ഇവിടെ മറന്നു പോവാതെ ഈ പിന്ന് സെറ്റ് ചെയ്തോണം. അപ്പോൾ ആ പിന്ന് ഇരിക്കുന്ന പോയിന്റ് വരെ ഒരു സിംഗിൾ, ഒരു ഡബിൾ, ഒരു സിംഗിൾ, ഒരു ഡബിൾ, അങ്ങനെ 18 ചെയിൻ എടുത്ത് വരാം. തേർഡ് റോ ഫിനിഷായി. തേർഡ് റോ ഫിനിഷ് ആകുമ്പോഴും പിന്നെ റിമൂവ് ചെയ്യാം. പിന്നെ വെച്ചിരുന്ന ചെയിനിലോട്ട് അതിന് സെറ്റ് ചെയ്യാം. ഒരു സിംഗിൾ സ്റ്റിച്ച്. 6, 12, 18, ഇനിയും 6 കൂട്ടണം, 24. അപ്പോൾ 24 അടുത്തെടുക്കുമ്പോൾ ഫസ്റ്റ് സിംഗിൾ സ്റ്റിച്ച്, സെക്കൻഡ് സിംഗിൾ സ്റ്റിച്ച്, തേർഡ് ഡബിൾ സ്റ്റിച്ച്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ചെയിനിൽ പിന്ന് വയ്ക്കണം. അതുപോലെ തന്നെ 2 സിംഗിൾ സ്റ്റിച്ച്, ഒരു ഡബിൾ സ്റ്റിച്ച്. ആ കണക്കിന് 24 ചെയിൻ എടുത്ത് ഇവിടെ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ 24 ചെയിൻ എടുത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ റിമൂവ് ചെയ്തിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ ആ പിന്ന് വെച്ചിരുന്ന സ്റ്റിച്ചിൽ സെറ്റ് ചെയ്യാം. ഒരു സിംഗിൾ ചെയിൻ എടുക്കാം. അത് കഴിഞ്ഞ് 30 ചെയിൻ എടുക്കണം. ആ 30 ചെയിൻ എടുക്കുമ്പോഴും ഫസ്റ്റ് ഒരു സിംഗിൾ, സെക്കൻഡ് സിംഗിൾ, തേർഡ് ഡബിൾ. അതുപോലെ തന്നെയാണ് ഇനി കണ്ടിന്യൂ ചെയ്യുന്നത്. ഇവിടെ പിന്ന് വയ്ക്കാം. ഇതുവരെ ആകുമ്പോൾ 30 സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ 2 സിംഗിൾ, ഒരു ഡബിൾ, ആ കണക്കിന് എടുക്കണം. അപ്പോൾ അത് ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ റിമൂവ് ചെയ്ത് ആ സ്റ്റിച്ചിലൂടെ സെറ്റ് ചെയ്യാം. ഒരു ചെയിൻ എടുക്കാം. ഒരു റോ കൂടെ ആവശ്യമാണ്. ഇപ്പം 30 ചെയ്ത് 36, അതും ഇതുപോലെ ചെയ്താൽ മതി. ഒരു സിംഗിൾ, അത് കഴിഞ്ഞ് ഡബിൾ. 6 റോയാണ് ഇതിനാവശ്യമുള്ളത്. ഈ 6 റോ കംപ്ലീറ്റ് ആവണം. ഇപ്പോൾ 5 റോ ആയിട്ടുണ്ട്. ഇനി ഒരു റോ, 6ാമത്തെ റോ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്യും. അതിനുവേണ്ടി 2 സിംഗിൾ, ഒരു ഡബിൾ, 2 സിംഗിൾ, ഒരു ഡബിൾ, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ പിന്ന് വയ്ക്കാൻ മറക്കാൻ പാടില്ല. ഡബിൾ, അത് കഴിഞ്ഞ് പിന്നെ ഒരു സിംഗിൾ, പിന്നെ ഒരു സിംഗിൾ, ഇനി ഒരു ഡബിൾ. ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി പിന്നെ മാറ്റി ആ സ്റ്റിച്ചിൽ ജോയിൻ ചെയ്യാൻ ഉള്ളൂ.
ഇനി ഇവ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 പീസ് അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരേ അളവ് തന്നെയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഈ പൂവിൻ്റെ ഫ്രണ്ട് ബാക്ക് സൈഡ്. അതുപോലെ ഇനി ഒരു റൗണ്ട് കൂടെ ആവശ്യമാണ്. ഇതുപോലെ ഈ രണ്ടും ഈ ഒരു റൗണ്ട് കൂടെ ആവശ്യമാണ് ഈ മണ്ണ് ചെയ്യാൻ. അതാണ് ഞാനിവിടെ ഒന്ന് കൂടുതൽ ചെയ്തത്. ഇത് സൈസ് കുറച്ചുകൂടെ വേണം, ഒരു റോ കൂടുതൽ ചെയ്യണം. ഇതിൻ്റെ വലിപ്പം ഇതിനേക്കാളും ഒരു റോയ്ക്ക് കൂടുതലാണ്. ഇത് 6 ചെയിൻ കൂടുതൽ എടുക്കണം. ഒരു റോ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 36 ആക്കി ചെയ്യണം. ഞാനിവിടെ പൂ ചെയ്യാൻ വേണ്ടിയിട്ട് യെല്ലോ നൂലെടുത്തിട്ടുണ്ട്. ഇതൊരു 3-4 ചുറ്റ് വെള്ളിലിട്ട് കൊടുക്കാം. ഇവിടെ ബാലൻസ് നിൽക്കുന്ന നൂല് നല്ലപോലെ അമർത്തി അകത്തോട്ടാക്കി ഒരു സ്റ്റിച്ചിനകത്തൂടെ രണ്ട് ഈ റൗണ്ടിനകത്തൂടെ തന്നെ എടുക്കണം. ഈ നൂല് വലിച്ചെടുക്കാം, ഒരു കെട്ടിടാം. അത് കഴിഞ്ഞ് ഒരു ചുറ്റ് കൊടുക്കാം. അതിൻ്റെ അടുത്ത ചെയിനിലൂടെ, അതിൻ്റെ അപ്പുറത്തുള്ള ചെയിനിലൂടെ കുത്തി പുറത്തെടുക്കാം. അപ്പം 3 റൗണ്ട് വന്നിട്ടുണ്ട് ഈ സൂചിയിൽ. ഇത് വലിച്ച് ഫസ്റ്റ് 2 റൗണ്ടിനകത്തൂടെ എടുക്കണം. ഇനി ഒന്നും കൂടെ വലിച്ച് ഈ 2 റൗണ്ടിനകത്തൂടെ എടുക്കണം. എങ്കിലേ ഈ പെറ്റൽ വലുതായി വരത്തുള്ളൂ. ഇനി ഒരു ചുറ്റൂടെ കൊടുക്കാം. ഇപ്പോൾ കുത്തി ഇറക്കിയ അതേ ഹോളിലൂടെ തന്നെയാണ് അത് ഇറക്കേണ്ടത്. എടുത്ത് യെല്ലോ ഒന്നുകൂടെ കൊണ്ടുവരാം. ഇപ്പോഴും 3 റൗണ്ട് വന്നിട്ടുണ്ട്. 2 എണ്ണത്തിനകത്ത് എടുക്കാം. അത് കഴിഞ്ഞ് പിന്നെയുള്ള 2 എണ്ണത്തിനകത്ത് എടുക്കാം. ഇനി 2 സിംഗിൾ സ്റ്റിച്ച്, 2 ചെയിൻ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് എടുത്ത ചെയിനല്ല, അതിന് ഫസ്റ്റ് എടുത്ത ചെയിനകത്ത് ഒന്നും കൂടെ ഇറക്കി ഈ യെല്ലോ കൊണ്ടുവന്ന് ഒരു ചെയിൻ കൂടെ ഇടാം. അത് കഴിഞ്ഞ് ഒരു ചുറ്റി ഇപ്പോൾ എടുത്ത് നിർത്തിയ ഹോളല്ല, അതിന് അടുത്ത ചെയിനകത്ത് ഇറക്കുക. ഗ്രീനിനും കൂടെ ചേർത്ത് വെച്ചിറക്കണം. ഇപ്പം 3 എണ്ണം ഉണ്ട്. ടൈറ്റ് ചെയ്യാനോ ലൂസ് ചെയ്യാനോ പാടില്ല. ഫസ്റ്റ് 2 എണ്ണത്തിനകത്തോട് വലിച്ചെടുത്തു, പിന്നെ കാണുന്ന 2 എണ്ണത്തിനടുത്തും എടുത്തു. ഒരു ചുറ്റ് കൂടെ കൊടുക്കാം. അതേ ഹോളിൽ, ഇപ്പോൾ എടുത്ത അതേ ഹോളിൽ തന്നെയാണ് ഒന്നും കൂടെ എടുത്ത് 2 ചെയിനകത്തുനിന്ന് എടുത്ത് അടുത്ത 2 ചെയിനകത്തുനിന്നും കൂടെ എടുക്കാം. അപ്പോൾ അതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇവിടെ സ്റ്റാർട്ട് ഇട്ട കെട്ട്. അത് കഴിഞ്ഞ് ഇതിൽ 2 എണ്ണം എടുത്തിട്ടുണ്ട്, ഇതിൽ 2 എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പെറ്റിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കെട്ടിടാം. കെട്ടിടുമ്പോൾ ചുറ്റണ്ട, ഡയറക്റ്റ് അടുത്ത ചെയിനകത്ത് ഗ്രീനും ചേർത്ത് വലിച്ചെടുത്ത് ടൈറ്റാക്കി അവിടെ ഒരു കെട്ടിടാം. അപ്പോൾ പെറ്റൽ സെപ്പറേറ്റ് നിൽക്കും. ഇപ്പോൾ ഒരു പെറ്റൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത പെറ്റൽ ചെയ്യണം. അടുത്തത് ചെയ്യാനായിട്ട് ഒരു ചുറ്റുക, അടുത്ത ഹോളിലോട്ട് ഇറക്കി എടുക്കുക. 2 ചെയിനകത്തൂടെ എടുക്കുക, അടുത്ത 2 എടുക്കുക. ഒന്നും കൂടെ ചുറ്റുക. ഇപ്പോൾ എടുത്ത ഇത് കെട്ടാണ് ഈ സിംഗിൾ നിൽക്കുന്നത്, അതിനകത്തൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ എടുത്ത ആ ഹോളിനകത്തൂടെ തന്നെയാണ് ഒന്നും കൂടെ എടുക്കുക. ഇപ്പോഴും 3 ചെയിനുണ്ട്, 2 ചെയിനകത്തൂടെ എടുക്കാം. അത് കഴിഞ്ഞുള്ള 2 ചെയിനകത്ത് ഒന്നുകൂടെ എടുക്കാം. 2 സിംഗിൾ ചെയിൻ എടുക്കാം. ഫസ്റ്റ് എടുത്ത സിംഗിൾ ചെയിനകത്തൂടെ ഒന്നുകൂടെ കൊണ്ടുവരാം. ഒരു ചുറ്റാം. അതിൻ്റെ അടുത്ത, ഇപ്പോൾ എടുത്തതല്ല, അതിൻ്റെ അടുത്ത ചെയിനകത്ത് ഇറക്കി 2 ചെയിനകത്തൂടെ എടുത്ത് ഇപ്പോൾ 2 ചെയിനുണ്ട്, അതിനകത്തൂടെ എടുക്കാം. സെയിം തന്നെയാണ് ആദ്യം ചെയ്ത പോലെ. ഒരു ചുറ്റാം. ഇപ്പോൾ എടുത്ത സെയിം ഈ സ്റ്റിച്ചിനകത്തൂടെ തന്നെയാണ് ഒന്നും കൂടെ എടുക്കേണ്ടത്. അടുത്ത 2 എണ്ണത്തിനകത്തൂടെ എടുക്കാം. ഇവിടെ കെട്ടിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ചെയിനകത്ത്, ഇപ്പോൾ എടുത്ത ചെയിനല്ല, അടുത്ത ചെയിനകത്ത് കെട്ടിട്ട് സ്റ്റോപ്പ് ചെയ്യാം. 2 പെറ്റലായി. ഇതുപോലെ ഫുൾ പെറ്റൽ കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഈ യെല്ലോ നൂല് അതിനകത്തോട്ട് ആക്കി കൊടുക്കാം. എല്ലാം അതിനകത്തോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്ത് കുറച്ച് കോട്ടൺ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. നമുക്ക് ബാലൻസ് പെറ്റൽസ് കൂടെ അതുപോലെ ചെയ്ത് കൊടുക്കാം. എല്ലാം ചെയ്യാനായിട്ട് ഗ്രീൻ കളർ നൂലെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇങ്ങനെ 2-3 ചുറ്റിട്ട് 8 ചെയിൻ കണ്ടിന്യൂ ചെയിനാണ് എടുക്കേണ്ടത്. ഇതാ ഇങ്ങനെ ചുറ്റി വെച്ചു, കെട്ടിട്ട് കഴിഞ്ഞു. 8 ചെയിൻ എടുക്കണം. 2, 3, 4, 5, 6, 7, 8 ചെയിൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ചെയിനകത്തുനിന്ന് ഫസ്റ്റ് ഇപ്പോൾ ലാസ്റ്റ് നിൽക്കുന്ന അതിനകത്തൊന്നല്ല, അതിന് മുന്നത്തെ ചെയിനകത്തൊന്ന് ഇറക്കി ഈ നൂല് ഇങ്ങനെ വലിച്ചെടുക്കണം. അത് കഴിഞ്ഞ് ഒരു ചുറ്റിടുക. അതിന് മുന്നത്തെ ചെയിനകത്ത് ഇറക്കുക. ഈ നൂലിങ്ങനെ വലിച്ചെടുക്കുക. ഈ 3 ചെയിനകത്തൂടെയും ഈ നൂല് കൊണ്ടുവരണം. ഇനി ഒന്നും കൂടെ ചുറ്റിടുക. അടുത്ത ചെയിനിൽ ഇറക്കുക, അങ്ങനെ വലിച്ചെടുക്കുക. ഇപ്പം ഇവിടെ 3 റൗണ്ട് ഉണ്ട്. 2 റൗണ്ടിനകത്തൂടെ ഫസ്റ്റ് എടുക്കാവുള്ളൂ. ഇപ്പോൾ 2 റൗണ്ട് കൂടെ വന്നിട്ടുണ്ട്. അതിന് ആ 2 റൗണ്ടിനകത്ത് ഇനി ഒന്നും കൂടെ അതുപോലെ ചെയ്യാം. ചുറ്റിട്ട് അടുത്ത ചെയിനകത്ത് ഇറക്കി ഈ ഫസ്റ്റ് 2 റൗണ്ടിനകത്ത് ഇറക്കി അടുത്ത 2 റൗണ്ടിനകത്തൂടെ എടുക്കുന്നു. ഇനി ഒന്നും ചുറ്റിട്ട് അടുത്ത ചെയിനകത്ത് ഇറക്കി
ഫസ്റ്റ് കാണുന്ന 2 റൗണ്ടിനകത്തൂടെ എടുത്ത് അടുത്ത 2 റൗണ്ടിനകത്തൂടെ എടുത്ത് ഇപ്പോൾ എങ്ങനെ ഒരേപോലെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇലയുടെ മോഡലിൽ വീതി കുറഞ്ഞ് വീതി കൂടി വരുന്നതാണ്. അത് കഴിഞ്ഞ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെയാണ് ഒരു ചുറ്റിടാം. അടുത്ത ചെയിനിൽ നിന്ന് എടുക്കാം. ഈ 3 എണ്ണത്തിനകത്തൂടെയും എടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ ചുറ്റിടണ്ട. അടുത്ത സ്റ്റിച്ചിനകത്ത് ഇറക്കി എടുത്ത് 2 ചെയിൻ ഇട്ടും വലിച്ചെടുക്കാം. ഇലയുടെ ഹാഫ് പോർഷനാണ് കംപ്ലീറ്റ് ആകുന്നത്. ഇവിടെ കൊണ്ടുവരുമ്പോൾ ഈ നൂലിൻ്റെ പുറത്തൂടെ ബാക്കിലോട്ട് വലിച്ചു വിട്ട് ഒരു ചെയിൻ എടുക്കാം. ഒരു ചെയിൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഹാഫ് കംപ്ലീറ്റ് ആയി. ഇവിടെ ചെയ്ത പോലെ തന്നെയാണ് തിരിച്ചിവിടെ ഇതുവരെ വരേണ്ടത്. ഫസ്റ്റ് ചെയിനകത്തുനിന്ന് ഈ 2 റൗണ്ടിനകത്തൂടെ എടുക്കാം. ഒരു ചുറ്റിട്ട് അടുത്ത ചെയിനകത്തുനിന്ന് ഈ 3-നകത്തൂടെയും വലിച്ചെടുക്കാം. ഒരു റൗണ്ട് ഇടാം. അടുത്ത ചെയിനകത്ത് ഇറക്കി ഈ 2 ചെയിനകത്ത് ആദ്യം എടുക്കാം. അടുത്ത 2 ചെയിനകത്ത് എടുക്കാം. ഒരു റൗണ്ടും കൂടി ഇട്ട് അടുത്ത ചെയിനകത്ത് ഇറക്കി ഫസ്റ്റ് കാണുന്ന 2 ചെയിനകത്തുനിന്ന് ഇറക്കി അടുത്ത 2 ചെയിനകത്തുനിന്ന് എടുക്കാം. 3 സ്റ്റിച്ച് അതുപോലെ വേണം. ഒന്നും കൂടെ ചുറ്റി ചെയിനകത്തോടെ ഇറക്കി ഫസ്റ്റ് കാണുന്ന 2 സ്റ്റിച്ചിനകത്തോടെ എടുത്ത് സെക്കൻഡ് 2 സ്റ്റിച്ചിനകത്തോടെ എടുത്ത് 3 കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ് ഒരു റൗണ്ട് ഇടാം. ചെയിനകത്തൂടെ ഇറക്കി ഒന്നിച്ച് വലിച്ചെടുക്കുക. 3-നകത്തൂടെ എടുക്കണം. അത് കഴിഞ്ഞ് ചുറ്റണ്ട, ഡയറക്റ്റ് ഇറക്കി വലിച്ച് ഈ 2 ചെയിനകത്തൂടെയും എടുക്കാം. ഇല ഇങ്ങനെയാണ് ചെയ്യുന്നത്. 2 ഇല ആവശ്യമുണ്ട്. ഈ 2 ഇല ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഇല ഇനി കമ്പി വെച്ച് സെറ്റ് ചെയ്യണം. കാണിച്ചു. അത് കഴിഞ്ഞ് നൈസ് വയർ, ഈ കമ്പി പോലെ ഇരിക്കുന്ന നൈസ് വയറാണിത്. അതെടുത്ത് ഇല നല്ലപോലെ നിൽക്കാൻ വേണ്ടിയാണ്. അതിലോട്ട് സെറ്റ് ചെയ്യണം. ഒരു ചെയിൻ സ്റ്റിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഈ വയറിങ്ങനെ വെച്ച് ഫസ്റ്റ് ചെയിനകത്തൂടെ സ്റ്റിച്ച് എടുക്കാം. ഈ കമ്പി അകത്ത് വെച്ചിട്ട് സ്റ്റിച്ച് വലിച്ചെടുക്കണം. കണ്ടോ ഇങ്ങനെ. അടുത്ത സ്റ്റിച്ചും അതുപോലെ ചെയ്യാം. ഇങ്ങനെ ഈ എൻഡ് വരെ ചെയ്യണം. അത് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ എൻഡ് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ എൻഡ് ചെയ്യുമ്പോൾ ഒരു ചെയിൻ, സിംഗിൾ ചെയിൻ ഇങ്ങനെ എടുത്താൽ മതി. അത് കമ്പിയിൽ കണക്ട് ചെയ്യണ്ട. എങ്കിലേ അവിടെ ഇലയുടെ എൻഡ് നല്ലതുപോലെ നിൽക്കത്തുള്ളൂ. അടുത്ത് ഇപ്പുറത്തെ ചെയിനി കൊടുത്തിട്ട് അതുപോലെ തന്നെ തിരിച്ചു വരാം. ഇതുവരെ അതുപോലെ തിരിച്ചെടുക്കണം. ഇല ഈ അറ്റം വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ വയറ് ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കാം. ഈ സ്റ്റിച്ച് ഇപ്പുറത്തെ സ്റ്റിച്ചുമായിട്ട് ചേർത്ത് ഒരു സ്റ്റിച്ചിടാം. കുറേ നൂലിങ്ങനെ വിട്ടിട്ട് കട്ട് ചെയ്യാം. കാര്യം ഈ കമ്പിയിൽ ചുറ്റാനുണ്ട്. ഈ ബാലൻസ് കിടക്കുന്ന നൂല് ഇവിടെ ഏതെങ്കിലും ഒരു സ്റ്റിച്ചിനകത്തൂടെ വലിച്ചെടുക്കാം. കട്ട് ചെയ്ത്